അതെ, ഒരു വിശേഷം പറയട്ടെ. അല്ലെങ്കിലും വിശേഷം പറയാനാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. എന്റെ പേര് മിഥുൻ എന്നാണ്. ഇത് റെഡ് ഓൺ ഡിമാൻഡ് ആണ്. സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ട്. അപ്പൊ നമ്മുടെ ന്യൂക്ലിയസ് പ്രോപ്പർട്ടീസ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ന്യൂക്ലിയസ് പ്രോപ്പർട്ടീസിന് ഒരു അവാർഡ് കിട്ടി. സോഷ്യൽ റെസ്പോൺസിബിൾ ബിൽഡർ അംഗീകാരമാണ്. അപ്പോൾ അത് കൊടുത്തത് തൃക്കാക്കര ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് അവരുടെ ഭാഗമായിട്ട് നടന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് കൊടുത്തത്. അതിന്റെ വിശേഷങ്ങളുമായിട്ട് ആ കോളേജിൽ നിന്നും ഒരാൾ നമ്മുടെ കൂടെ ഇപ്പൊ ഉണ്ടല്ലോ. ഹായ്, ഐ എം ശ്രീകേഷ്. ഐ എം ഫ്രം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ, ന്യൂക്ലിയസ് പ്രോപ്പർട്ടീസിന് നിങ്ങൾ നടത്തിയ നിങ്ങളുടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തിയ 15ാമത് ദേശീയ ടെക്നിക്കൽ സിമ്പോസിയം അല്ലേ, എക്സൽ 2014, അതില് സോഷ്യൽ റെസ്പോൺസിബിൾ ബിൽഡർ അംഗീകാരം കിട്ടി. അപ്പോ എന്തുകൊണ്ടാണ് ന്യൂക്ലിയസ് പ്രോപ്പർട്ടീസിന് അങ്ങനെ ഒരു അംഗീകാരം കൊടുത്തത്? ന്യൂക്ലിയസ് പ്രോപ്പർട്ടീസ് ആയിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് സ്പോൺസർഷിപ്പിന് പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനവും ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് തന്നതായിരുന്നു. ഇത്രയും ഒരു വലിയ ടെക് ഫെസ്റ്റ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ആവശ്യമായിരുന്നു. അപ്പൊ യൂത്തിന് ഇത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതും പിന്നെ ഇന്നോവേഷൻസ്, ഞങ്ങളുടെ ഐബിറ്റോ എന്ന് പറഞ്ഞൊരു ഇന്നോവേഷൻസ് ഉണ്ടായിരുന്നു, അതിൽ മൊത്തം സപ്പോർട്ട് ചെയ്തതും ന്യൂക്ലിയസ് തന്നെയായിരുന്നു. അതല്ലാണ്ട് എക്സൽ ഗോസ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു സോഷ്യൽ ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഈ ഓർഗാനിക് ഫാമിങ്ങിനെ സപ്പോർട്ട് ചെയ്തൊരു ഡോട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞൊരു ഇവന്റ് നടത്തി. അപ്പൊ അതിനെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തത് ന്യൂക്ലിയസ് പ്രോപ്പർട്ടീസ് ആയിരുന്നു. ന്യൂക്ലിയസ് പ്രോപ്പർട്ടീസ് ഒരു ബിസിനസ് എന്നതിലുപരി കുറച്ചും കൂടി സോഷ്യലായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ ഒരു അംഗീകാരം നിങ്ങളുടെ കോളേജിന്റെ ഭാഗമായി നടത്തിയ എക്സൽ 2014 കൊടുത്തത് അല്ലേ? ഉറപ്പായിട്ടും. മറ്റെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയെന്ന് അറിയാമോ? അവര് ഐസക്കായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഗോ ഗ്രീൻ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അപ്പൊ ആ വഴി ഞങ്ങൾ അത് അറിഞ്ഞു. അത് ഞങ്ങൾ സാറിന്റെ അടുത്ത് പോയിട്ട് അബ്ദുൽ നാസർ സാറിന്റെ അടുത്ത് പോയിരുന്നു. അപ്പൊ സാറാണ് ഞങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ ആണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, സോഷ്യലി റെസ്പോൺസിബിൾ ബിൽഡർ എന്നുള്ളൊരു എന്താ പറയാ അതിന്റെ ഒരു ക്രെഡിറ്റ് ഞങ്ങൾ തന്നെ അവർക്ക് കൊടുക്കുകയായിരുന്നു. കാരണം അത്രയും അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നമുക്കും നമ്മുടെ ചടങ്ങിൽ അംഗീകരിക്കണം എന്ന് തോന്നി. അത് മാത്രമല്ലാണ്ട് ഭൂമി ഇല്ലാത്തവർക്ക് മറ്റേ ഭൂമി നൽകുന്ന സർക്കാർ പദ്ധതി ഭൂമി ഗീതം, അതിലും എല്ലാം ഈ ന്യൂക്ലിയസ് പ്രോപ്പർട്ടീസ് പങ്കാളികളായിരുന്നല്ലേ? അതെ, ന്യൂക്ലിയസ് പ്രോപ്പർട്ടീസ് ഭൂമി ഗീതത്തില് നല്ലൊരു സപ്പോർട്ടായിരുന്നു അവർക്ക്. ഓക്കെ. അപ്പൊ ആരാണ് ഇവർക്ക് ഈ ഒരു സമ്മാനം കൊടുത്തത്? ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൽ തന്നെയായിരുന്നു ഈ ചടങ്ങ് നിർവഹിച്ചത്. അതിന്റെ കൂടെ അതിഥിയായിട്ട് IIST-ലെ ഏറ്റവും ഒരു സീനിയർ പ്രൊഫസറും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു. വാവ്. അപ്പോ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ചില പ്രവർത്തനങ്ങൾ, അതാണ് ന്യൂക്ലിയസ് പ്രോപ്പർട്ടീസിന് ഇങ്ങനെ ഒരു അംഗീകാരം നേടിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് ഇട്ട് കൊടുക്കുക. അതിന്റെ കൂടെ 3 പാട്ടുണ്ട്, 4 പാട്ടും എടുത്തോ. ഇത് റെഡ് ഓൺ ഡിമാൻഡ്, നിങ്ങളുടെ കൂടെ ഞാൻ മിഥുൻ. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. Four songs back to back. Only on 93.5 Red FM. ഹൃദയവും ഉണരു